L2 എമ്പുരാൻ മുരളി ഗോപി രചിച്ച് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, അഭിമന്യു സിംഗ്, ഇന്ദ്രജിത്ത് തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ലൂസിഫറിലെ സംഭവങ്ങൾ നടന്ന 5-6 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയും ഒപ്പം കുറച്ച് പഴയകാല സംഭവങ്ങളുമാണ് എമ്പുരാനിൽ പറയുന്നത്. ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മികച്ച മേക്കിങ്ങിൽ വന്ന സിനിമ ടെക്നിക്കലി ബ്രില്യന്റ് ആണ്, എന്നാൽ സബ്സ്റ്റൻസ് ഒന്നുമില്ലാത്ത തിരക്കഥ. വന്ന ഹൈപ്പിനോട് നീതി പുലർത്താത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ക്യാൻവാസ് വലുതായി, ടെക്നിക്കൽ ക്വാളിറ്റി മികച്ചതായി എന്നതിനപ്പുറം ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ഇമോഷണൽ കണക്ഷൻ സ്ഥിരമായിട്ട് നൽകാൻ സാധിക്കാത്തതും കൊണ്ട് ലൂസിഫറിന്റെ അടുത്തെത്താൻ പറ്റാതെ പോയി എമ്പുരാന്. എന്നാൽ പടത്തിന് ഗുണങ്ങളുമുണ്ട്. പോസിറ്റീവ്സ് പറഞ്ഞാൽ പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞൊരുക്കി കുറെ മാസ് മൊമെന്റ്സ് ഉണ്ട്. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. വിഷ്വലുകളൊക്കെ ഇന്റർനാഷണൽ ലെവൽ തന്നെയാണെന്ന് പറയാം. സോ മലയാള സിനിമ ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ല എന്ന് മറ്റുള്ളവരെ മേക്കിംഗ് കൊണ്ട്, ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. വളരെ ഹെവി ആയിട്ടുള്ള ആദ്യത്തെ നോർത്ത് ഇന്ത്യൻ പോർഷൻ തന്നെ അന്യായമായിരുന്നു. പിന്നെ മോഹൻലാലിന്റെ ഇൻട്രോ സീനും സെക്കൻഡ് ഹാഫിലെ റീ എൻട്രിയും ഗൂസ് ബംസ് നൽകുന്നുണ്ട്. ലൂസിഫർ കാണാതെ എമ്പുരാൻ കാണുന്നവർക്കും കഥയിൽ വലിയ മിസ്സിംഗ് ഒന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതും പോസിറ്റീവാണ്. നമ്മുടെ രാജ്യത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പച്ചയ്ക്ക് തുറന്നു കാട്ടുന്ന സിനിമയാണ്. ആ ധൈര്യത്തിന് കൈയ്യടി തന്നെ കൊടുക്കണം. നോർത്തിലെ ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ പക്കായിരുന്നു. LDF-നിട്ടും BJP-കിട്ടും ഒക്കെ നന്നായിട്ട് കൊട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ സെയിം ടൈം UDF-നോട് അയ്യോ പാവം എന്റെ കുഞ്ഞ് അവൻ ശരിയായിക്കൊള്ളും എന്നൊരു സോഫ്റ്റ് സമീപനമാണുള്ളത്. ആ ഒരു തരംതിരിവ് തിരക്കഥയിൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പെർഫോമൻസിൽ മോഹൻലാൽ അന്യായ സ്വാഗാണ്. ഒരു 40 മിനിറ്റ് കണ്ട് കഴിഞ്ഞാണ് ലാലേട്ടൻ വരുന്നത്. പക്ഷെ സ്ക്രീൻ പ്രസൻസ് ഇജാതി. അദ്ദേഹത്തിന്റെ ആരാധകർ ആഗ്രഹിക്കുന്ന രീതിയിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തതാണ് വിജയം. ആ നടത്തം, നോട്ടം, പിന്നെ എക്സ്പ്രഷൻസ് ആണെങ്കിൽ പോലും കൃത്യ മീറ്ററിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ഷൻ സീനുകളിൽ എസ്പെഷ്യലി കാട്ടിലുള്ള ഫൈറ്റ് എടുത്തു തന്നെ പറയണം. മോഹൻലാൽ എന്ന ഹീറോയുടെ ശക്തമായ തിരിച്ചുവരവ് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇതിൽ ചില സീനുകൾ കിട്ടുന്ന കൈഡിൽ നിന്നും വ്യക്തമാകും. തുടക്കത്തിൽ ഹൗ ഓൾഡ് ആർ യുവിലെ പോലെ തോന്നിച്ചെങ്കിലും മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് കൊള്ളാമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരി ഹെവിയാണ്. ഒരു പക്ക ഇന്ദിരാഗാന്ധി ലുക്കിൽ ഒരു സീനിയർ ബോളിവുഡ് നടി സ്റ്റൈലിൽ ലൈക്ക് മാധുരി ദീക്ഷിത്തിനെയൊക്കെ പോലെ മഞ്ജു വാര്യർ നൈസായിട്ട് ലുക്ക് കൊണ്ടും പെർഫോമൻസ് ആൻഡ് സ്വാഗ് വൈസും ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടൊവിനോയുടെ ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. സോ എനിക്കിത് പേഴ്സണലി പ്രഡിക്റ്റബിൾ ആയിരുന്നു. ബാലതാരം കാർത്തികേയ പൊളിയായിരുന്നു. പയ്യൻ വരുന്ന അത്രയും ഭാഗങ്ങൾ വേറെ ലെവലുമാണ്. അതേസമയം പൃഥ്വിരാജിന്റെ ക്യാരക്ടറും പൃഥ്വിരാജും വളരെ നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി ആയി പോയി. ബൽരാജായിട്ട് വന്ന അഭിമന്യു സിംഗ് കിടുവായിരുന്നു. മിഷേൽ മെന്യൂവിനായിട്ട് വന്ന ആൻഡ്രിയ തിവാഡോർ പുള്ളിക്കാരുടെ വരവും സ്വാഗും ഒക്കെ കിടുവായിരുന്നെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഓട്ടമൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ, സ്ട്രോങ് അല്ലാത്തതുപോലെ ഫീൽ ചെയ്തു. ഇന്ദ്രജിത്ത് കൊള്ളാം. മുരുകൻ മാർട്ടിനും നൈസാണ്. നോർത്ത് ഇന്ത്യൻ പോർഷനിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും കിടുവായിരുന്നു. സുരാജ് വെഞ്ഞാറമ്മൂട്, ബൈജു, നന്ദു, കിഷോർ, ഫാസിൽ, ശിവജി ഗുരുവായൂർ, സായികുമാർ എന്നിവരും കൊള്ളാം. ആന്റണി പെരുമ്പാവൂരിന് ഒട്ടും ചേരാത്ത ഒരു റോളിൽ സീരിയസ് ആയിട്ട് വന്നത് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. പടത്തിന് തന്നെ അത് വിനയായി എന്നും തോന്നി. സാനിയ അയ്യപ്പൻ, ശിവദ, നൈല ഉഷ, മണിക്കുട്ടൻ, സച്ചിൻ ഖഡേക്കർ തുടങ്ങിയവരും പടത്തിലുണ്ട്. ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സുജിത് വാസുദേവന്റെ ക്യാമറ കീടുവായിരുന്നു. അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗ്, പ്രത്യേകിച്ച് ചിലയിടങ്ങളിൽ L ലെറ്ററിന്റെ റെഫറൻസ് വരുന്നത്, അവിടെ കൊടുത്തിരുന്ന ട്രാൻസിഷൻ എഫക്ട്സ് ഒക്കെ നൈസ് ആയിരുന്നു. VFX കൊള്ളാം. പ്രത്യേകിച്ച് ഇൻട്രോ സോങ്ങിലെ വിഷ്വൽസ് ഒക്കെ നൈസ് ആയിരുന്നു. ദീപക് ദേവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ചിലയിടങ്ങളിൽ രവി ബാസ്രൂരിനെ ഓർമ്മിപ്പിച്ചു. നെഗറ്റീവ്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് വളരെ ആവറേജ് ആണെന്നുള്ളതാണ് മെയിൻ. നമുക്കറിയാത്ത ഒരു കാര്യം പുതുതായിട്ട് ഈ പടത്തിന് തരാനില്ല. ലൂസിഫർ തന്ന ഒരു നാച്ചുറൽ ഹൈ മൊമെന്റ്സ്, ക്യാരക്ടറൈസേഷൻ ഒന്നും ഈ പടത്തിൽ നിലനിർത്താനായില്ല. സ്റ്റീഫൻ അപ്പുറമുള്ള വേറെ ലെവൽ കഥയാണ് ഖുറേഷിയുടെ നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ആ ഭാഗങ്ങൾക്ക് ഒരു ഹൈ മൊമെന്റ്സും നൽകാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പടം വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ, ആഫ്രിക്ക, ഇറാഖ്, ഫ്രാൻസ്, അങ്ങനെ ഉലകം ചുറ്റും വാലിബനായിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഇന്റർനാഷണൽ ലിങ്കുകളൊക്കെ ഫോഴ്സ്ഫുള്ളി വന്നതുപോലെയാണ് തോന്നിപ്പിച്ചത്. കേരളത്തിലെ ഒരു കഥയിൽ പടം ഇന്റർനാഷണൽ ആക്കാൻ വേണ്ടി മനഃപൂർവ്വം പാൻ ഇന്ത്യൻ ചേരുവകൾ വിളക്കി ചേർത്ത് പിടിപ്പിച്ചതുപോലെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫിന്റെയും സെക്കൻഡ് ഹാഫിന്റെയും തുടക്കം ഗംഭീരമാണെങ്കിലും പിന്നെ അങ്ങോട്ട് സ്ഥിരം കാഴ്ചകളായി മാറുകയായിരുന്നു. തുടക്കത്തിലെ നോർത്ത് ഇന്ത്യൻ കഥയിൽ തോന്നിയ ഒരു ഇമോഷണൽ കണക്ഷൻ അതുപോലും തുടർന്ന് നിലനിർത്താൻ പറ്റിയില്ല എന്നതും തിരക്കഥയുടെ പോരായ്മയാണ്. പടത്തിന്റെ ലെങ്തും കുറച്ചുകൂടി കട്ട് ചെയ്ത് ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് തോന്നി. തേർഡ് പാർട്ടിലേക്കുള്ള ലീഡും ഈ അടുത്ത കാലത്ത് വന്ന പല പാൻ ഇന്ത്യൻ പടങ്ങളുടെയും എൻഡിങ് പോലെ ആ ഒരു ശൈലി ഫോളോ ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ആകമൊത്തം ടോട്ടലിൽ നല്ല മേക്കിംഗ് കൊണ്ടും മോഹൻലാലിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ച രീതിയൊക്കെ എമ്പുരാനിൽ കൊള്ളാം. ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ട് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റിന് കരുത്തില്ല എന്നതാണ് പ്രശ്നം. നമ്മൾ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിനപ്പുറം ഒന്നും തരാൻ എമ്പുരാനില്ല. ഇപ്പൊ ലൂസിഫർ ഇന്നലെ രാത്രി കൂടി ഞാൻ വീണ്ടും ഫുള്ളിരുന്ന് കണ്ടതാണ്. പല വട്ടം കണ്ടാൽ പോലും ഒട്ടും മുഷിപ്പിക്കാത്ത, മടുപ്പിക്കാത്ത, എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള, ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന പടമാണ് അത്. ആ മാജിക്ക് എമ്പുരാന് തരാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഒരു ആവറേജ് സ്റ്റോറി, ടെംപ്ലേറ്റ്, പ്രഡിക്റ്റബിൾ ആൻഡ് ക്ലീഷേ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, എന്നാൽ ചില ഹൈ മൊമെന്റ്സും നല്ല മേക്കിങ്ങും കൊണ്ടും അതുപോലെ ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ്
പ്രസൻസ് കൊണ്ടും നമുക്ക് കുഴപ്പമില്ലല്ലോ മൊത്തത്തിലെന്ന് തോന്നുമെന്ന് മാത്രം. സോ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് എമ്പുരാൻ ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്റർ കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.